കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വിമർശിച്ച ഹൈക്കോടതി MG റോഡിലെ നടപ്പാതയുടെ അവസ്ഥ കണ്ടാൽ സങ്കടകരമാണെന്ന ഹൈക്കോടതി. കൊച്ചിയിൽ ഏത് റോഡും നടപ്പാതയുമാണ് സുരക്ഷിതമായിട്ടുള്ളതെന്നും ഹൈക്കോടതി ചോദിച്ചു. എന്തിനാണ് പോലീസുകാരെന്നും കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം കൊച്ചിയിൽ വളരെയധികം ഗതാഗത കുരുക്ക് നേരിടുന്ന ഒരു നഗരം കൂടിയാണ്. അത്തരം ഒരു നഗരത്തിൽ ഇത്തരം റോഡുകൾ പോലും ശരിയല്ലാത്ത ഒരു രീതി ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. പോലീസിനടക്കം വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? നിലവിൽ ഹൈക്കോടതി തന്നെ നിരവധി ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അത് ഫലവത്തായ രീതിയിൽ നടപടികൾ സ്വീകരിക്കാനായിട്ട് കൊച്ചി കോർപ്പറേഷനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതി വീണ്ടും ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. MG റോഡിലെ നടപ്പാതയുടെ അവസ്ഥ കണ്ടാൽ സങ്കടകരമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒരിടത്തെങ്കിലും മികച്ച നടപ്പാത ഇല്ലാത്ത എന്ത് നഗരമാണ് കൊച്ചിയിലേതെന്നുള്ളൊരു ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിക്കുകയും ചെയ്തു. കൊച്ചിയിൽ ഏത് റോഡും നടപ്പാതയും ആണ് സുരക്ഷിതമായിട്ടുള്ളത്. കാഴ്ചകൾ കണ്ട് നടന്നാൽ ആ സമയം, അതായത് കാഴ്ചകൾ കണ്ട് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുഴിയിലേക്കാണ് വീഴുന്നത്. വേണ്ട ശ്രദ്ധയില്ലെങ്കിൽ കുഴിയിൽ വീഴുന്ന അവസ്ഥയാണ് നഗരത്തിലെമ്പാടും ഉള്ളതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സീബ്ര ക്രോസിംഗിന്റെ മുകളിൽ കാർ ഇടുന്ന അവസ്ഥ അത് തുടരുന്നുണ്ട്. എല്ലാ നടപ്പാതകളിലും കാറുകൾ പാർക്ക് ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിമർശനവും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എന്തിനാണ് പോലീസുകാർ എന്നുള്ളൊരു ചോദ്യമാണ് സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചത്. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറെയും വിളിച്ചു വരുത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MG റോഡിലെ നടപ്പാത പുനഃസ്ഥാപിക്കാനായിട്ടുള്ള എല്ലാ നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതോടൊപ്പം ജില്ലാ കളക്ടർ മുൻകാല ഉത്തരവുകൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടത്ര നടപടികൾ എത്രയും വേഗം നടത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വിഷയം പരിഗണിക്കാനായിട്ട് സിംഗിൾ ബെഞ്ച് മാറ്റിയിട്ടുണ്ട്. ശരി രേഷ്മ.